നമസ്കാരം. ഓരോ ദിവസവും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ആർക്കാണ് സങ്കടം തോന്നാത്തത്? എങ്ങനെയാണ് നമ്മുടെ നാട് ഇങ്ങനെയായി തീർന്നത്? എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമൊക്കെ ഇങ്ങനെ ജനവിരുദ്ധമാകാൻ കഴിയുന്നത്? നമ്മൾ വിലക്കയറ്റത്തെക്കുറിച്ചും ജനദ്രോഹ നടപടികളെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ദ്രോഹിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കണം, നാട്ടുകാരുടെ ചെലവിൽ വേണോ? ആദ്യത്തെ ചോദ്യം. നാട്ടിലെ ഖജനാവിലെ പണമെടുത്ത് എല്ലാ മനുഷ്യരെയും ഞെക്കിപ്പിഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ജനക്കൂട്ടം എത്തുന്നു എന്നതാണ് അവർ ആശ്വാസമായി പറഞ്ഞത്. പാർട്ടിക്കാർക്ക് എത്താൻ ഒരു പ്രയാസവുമില്ല, എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നവരാണ്. പിന്നെ സ്പോൺസർഷിപ്പ് പേടിപ്പിച്ചാണ് മേടിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു സ്പോൺസറെ കണ്ടു. അയാൾ പറഞ്ഞു, എന്തൊരു സമ്മർദ്ദമാണ്, പണം കൊടുത്തില്ലെങ്കിൽ, ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എങ്ങനെയെങ്കിലും ഈ ഭരണം ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്ന് എന്നോട് വ്യക്തിപരമായി പറഞ്ഞു. പക്ഷേ അദ്ദേഹം സ്പോൺസറാണ്, അവരുടെ കണ്ണിലുണ്ണിയാണ്. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇതിൻ്റെ കൂടെയാണ് പ്രതിഷേധിക്കുന്നവരെ അതിഭയങ്കരമായി ഉപദ്രവിക്കുന്നത്. ഒരു അംഗപരിമിതനായിരുന്നു കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റ ഒരു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി. അംഗപരിമിതരെ പദവിയിലേക്ക് എത്തുന്ന ശീലം CPM-ന് ഇല്ലാത്തത് കൊണ്ട്, അവർക്ക് അധികാരം അവകാശമില്ല എന്ന് കരുതുന്നത് കൊണ്ട് CPM-ന് മനസ്സിലാവില്ല. അയാളുടെ മുച്ചക്ര വാഹനത്തിൽ ഇരുന്നു കൊണ്ട് കരിങ്കൊടി കാട്ടി. അയാൾ ഒരു അംഗപരിമിതനായ മനുഷ്യൻ, നിരായുധനായ മനുഷ്യൻ, തൻ്റെ മുച്ചക്ര വാഹനത്തിൽ ഇരുന്നു കൊണ്ട് കരിങ്കൊടി കാട്ടിയാൽ എന്ത് സംഭവിക്കും? മുഖ്യമന്ത്രി സുരക്ഷയ്ക്ക് ഒന്നും സംഭവിക്കില്ല. പോലീസ് എന്നിട്ട് മേളെ പിടിച്ചോണ്ട് പോയി. പക്ഷെ പോലീസ് മര്യാദ കാട്ടി. അയാൾ അംഗപരിമിതനായതുകൊണ്ട് അയാളെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകർ എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്ന DYFIക്കാർ ആ മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ചു, തലക്കിട്ടടിച്ചു. ഇതൊക്കെ ഈ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കുക. ഒരു അംഗപരിമിതൻ, അയാൾക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ട് കരിങ്കൊടി കാട്ടി. അയാൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുൻപിൽ ചാടിയില്ല, മുഖ്യമന്ത്രിക്ക് മാർഗദർശനം ഉണ്ടാകാൻ പോയില്ല. അയാൾ ഒരു കരിങ്കൊടി കാട്ടി ഒരു മുച്ചക്ര വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അയാളെ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സങ്കടകരമാണ്, എത്ര ഭയാനകമാണ്. നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന 2 പേർ, സന്ദീപും അനിൽകുമാറും, അവർ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കണം, സംശയമൊന്നും വേണ്ട. സ്വാഭാവികമായും അതാണ് മുഖ്യമന്ത്രി ചോദിച്ചു, എൻ്റെ ഗൺമാൻ എൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ? എന്നെ കൊല്ലാൻ ചിലർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഗൺമാൻമാർ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഗൺമാൻമാർ യാത്ര ചെയ്യേണ്ടത് യന്ത്രത്തോക്കുകളുമായാണ്. എപ്പോഴും ഒരു ഗൺമാൻ കൂടെ ഉണ്ടാവണം. 3 ഗൺമാൻമാരുണ്ടാവേണ്ടത്. അതിൽ ഒരാൾ എപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ടാവണം. അയാളാണ് തോക്കുമായി ഒപ്പം നടക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ മുമ്പിലോ പിറകിലോ സുരക്ഷ ഒരുക്കിക്കൊണ്ട് നടക്കണം. വേറെ 5 പേരുണ്ട് തോക്ക് ധരിക്കാൻ അവകാശമുള്ളവർ. ഗൺമാൻമാർ തോക്ക് ധരിച്ചിരിക്കണം. ആ തോക്ക് ധരിക്കേണ്ട ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലാവുന്നെന്ന് കരുതിയാൽ തോക്ക് ഉപയോഗിക്കാം, വെടിവെക്കാം. ഇവിടെ ഇവർക്ക് കൃത്യമായി അറിയാം മുഖ്യമന്ത്രിയുടെ ജീവൻ ഒരു കുഴപ്പവുമില്ല, മുഖ്യമന്ത്രിയുടെ ജീവൻ ഒരു ഭീഷണിയുമില്ല. അതുകൊണ്ട് ഗൺമാൻ തോക്ക് കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു ഗുമ്മ പോരാ. ഈ ഗൺമാൻ എന്ന് പറയുന്നത് പിണറായി വത്സലനാണ്. പോലീസിൽ കയറി അന്ന് മുതൽ മുഖ്യമന്ത്രിയൊപ്പം നടക്കുന്നവരാണ്. മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഈ പറയുന്ന സന്ദീപ് അനിൽകുമാറും. നയനാറുടെ കാലം മുതൽ, അന്ന് മുതൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവർ നടക്കുമ്പോൾ ഇവർക്ക് തോക്ക് ഉപയോഗിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. കാരണം തോക്ക് ഉപയോഗിക്കാൻ ചില നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് അവർ തോക്കുപയോഗിക്കുന്ന ഗൺമാനെ വേറെ ആക്കിയിട്ട് പിന്നാലെയുള്ള അകമ്പടി വാഹനത്തിന് വരുന്നു. പിന്നെ എങ്ങനെയാണ് ഗൺമാൻ ആവുന്നത്? ഗൺമാൻ ആണെങ്കിൽ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിലോ പിമ്പിലോ വാഹനത്തിലോ നടക്കണം. പിറകിൽ വരുന്ന വാഹനത്തിൽ വരുന്നാൽ ഗൺമാൻ അല്ല, യൂണിഫോം ധരിച്ചിട്ടില്ല. അയാൾ പിടിച്ചിരിക്കുന്നത് ഒരു വലിയ ദണ്ഡാണ്, അത് ലാത്തി പോലുമല്ല. ആ യൂണിഫോം ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണ് എന്നതുകൊണ്ട് മാത്രം ഗൺമാന് ഡ്യൂട്ടി ചെയ്യാത്തപ്പോൾ യൂണിഫോം ഇല്ലാതെ ഒരു വലിയ ദണ്ഡുമായി, ലാത്തി പോലുമല്ല, ഇറങ്ങി വന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നവരെ തല്ലി തല പൊട്ടിക്കാൻ കഴിയണമെങ്കിൽ എത്ര ക്രൂരമായ മനസ്സുള്ള ആളാവണം? അതിന് കാരണം എന്താ? ഇത്തരം ക്രൂരതകളും പൊട്ടിയൊലിക്കുന്ന ചോരകളുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആനന്ദം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ തല പൊട്ടിക്കുമ്പോൾ ആ ചോര പൊട്ടി ഒഴുകുന്നത് കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് ചിരി വരും, സന്തോഷം വരും. അതുകൊണ്ടാണ് നിരപരാധികളായ മനുഷ്യരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ തല പൊട്ടിക്കാൻ മുഖ്യമന്ത്രി ഗുണ്ടകളെ കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഗൺമാൻ എന്ന് പറയുന്ന ആൾ സർവീസിൽ ഇപ്പോൾ ഉണ്ടാവുമോ? നിയമവിരുദ്ധമാണ്, ചട്ടലംഘനമാണ് ചെയ്തിരിക്കുന്നത്. യൂണിഫോം ധരിച്ച് തോക്കുമായി മുഖ്യമന്ത്രിക്കൊപ്പം നടക്കേണ്ടയാൾ പിന്നാലെ വരുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നു യൂണിഫോം ഇല്ലാതെ. അവിടെ ഒരു വലിയ വടിയുമായി വരുന്നു. കാരണം വടി വെച്ച് അടിച്ചാൽ ചാവില്ലെന്നറിയാം. വലിയ വടിയുമായി വന്ന് തല തല്ലിപ്പൊട്ടിക്കുകയാണ്.
എങ്ങനെ അയാളെ കുറ്റം പറയാൻ കഴിയും? മുഖ്യമന്ത്രി അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, രക്ഷാപ്രവർത്തനം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. വഴിയെ പോകുന്ന ആരെയും തല്ലാനുള്ള ലൈസൻസ് ഡിവൈഎഫ്ഐക്കാർക്ക് കൊടുത്തിരിക്കുന്നു. അവർ ഓടിയെത്തുകയാണ് തല്ലാൻ. മുഖ്യമന്ത്രി തല്ലാൻ പറഞ്ഞാൽ പിന്നെ തല്ലാൻ ആർക്കാണ് മടിയുണ്ടാവുക? തല്ലുമ്പോൾ ചോര പൊഴിയുന്നത് കാണുമ്പോൾ ചിരിക്കുന്ന മുഖ്യമന്ത്രിയും അത് കണ്ട് രസിക്കുന്ന പാർട്ടിക്കാരും ഉള്ളപ്പോൾ പിന്നെ ആളുകൾ ചോര പൊഴിക്കാൻ വേണ്ടി വടിയും തോക്കുമായി വരും. എത്ര ഞെട്ടിക്കുന്ന അവസ്ഥയാണ്. ഈ നവകേരള സദസ്സ് തുടങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും ചോര വീഴുകയാണ്. മുഖ്യമന്ത്രിക്ക് ചോര കണ്ടാൽ മാത്രമേ തൃപ്തി വരൂ. അതുകൊണ്ടാണ് ഇങ്ങനെ തല്ലിപ്പൊളിച്ച് ചോരയൊലിപ്പിച്ച് ഈ മുഖ്യമന്ത്രി ആനന്ദിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇയാൾ പോലീസിന്റെ സർവീസിൽ ഇരിക്കാൻ പാടുണ്ടോ? ഒരു ഗൺമാൻ എന്ന് പറയുന്നയാൾ? എന്തു നിയമമാണ് ഈ രാജ്യത്തുള്ളത്? എന്തു നിയമമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് ഒരു നാട്ടുരാജാവിനെ പോലെ എതിർക്കുന്നവരെ മുഴുവൻ തല തല്ലിപ്പൊള്ളിച്ച് ജീവിക്കാൻ കഴിയും? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊരു ഗതികെട്ട നാടാണിത്, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ ചുമക്കാൻ. മനുഷ്യരുടെ ചോര കാണുമ്പോൾ ആനന്ദമുണ്ടാവുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ ഭയാനകമാണ്. ഇതിനെ മുഴുവൻ ന്യായീകരിക്കുന്നു. നീ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. മുഖ്യമന്ത്രി സുരക്ഷയെ ബാധിച്ചാൽ നേരിടാനുള്ള അവകാശം ഗൺമാൻ അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. ഒരു സംശയവുമില്ല. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ ചാടുന്നവരെ പോലീസിന് തല്ലാം, ഒരു കുഴപ്പമില്ല. അതിലെന്താ തെറ്റിരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ ചാടിയ തല്ലിക്കോ? ഒരു കുഴപ്പമില്ല. ലാത്തി കൊണ്ട് തല്ലണം, അല്ലാതെ ദണ്ട് ഉപയോഗിച്ച് പിന്നാലെ വരുന്നവർ തല്ലുകയല്ലേ ചെയ്യേണ്ടത്. എന്തിനാണ് ഡിവൈഎഫ്ഐക്കാർ ഗുണ്ടകളെ പോലെ തല്ലുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹനം പോയി, സുരക്ഷയുടെ പ്രശ്നം മാറി. ഇവിടെ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ മുഴുവനും മുഖ്യമന്ത്രി പോയതിനു ശേഷമാണ്. മുഖ്യമന്ത്രിയുടെ ജീവനോ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കോ തടസ്സമില്ല. മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയാൽ, മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിൽ ചാടിയാൽ പോലീസ് അടിക്കട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ പിന്നാലെ വരുന്ന ഗുണ്ടകളായ ഡിവൈഎഫ്ഐക്കാർ മുഖ്യമന്ത്രി വാഹനത്തിന് ശേഷം ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും തല്ലുക, പിന്നാലെ വേറൊരു വണ്ടിയിൽ ഗുണ്ടകൾ വരിക, അവർ വണ്ടി നിർത്തിയിട്ട് തല്ലുക. എന്തു മര്യാദയാണ്? എന്തുതരം ജനാധിപത്യമാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഈ ഭീകരതയ്ക്കെതിരെ പത്രസമ്മേളനത്തിൽ രാജാവ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല പ്രതിപക്ഷമേ. ഇത് ഭയാനകമായ ജനാധിപത്യ വിരുദ്ധമായ ഗുണ്ടാസംഘമാണ്. ഈ ഗുണ്ടാസംഘത്തെ അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. കോടതികൾ പോലും ഇത് കണ്ട് ഞെട്ടുകയാണ്. കോടതിയിൽ എത്തുമ്പോൾ കോടതിയുടെ പ്രതികരണം നമ്മൾ കാണുന്നതാണ്. എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അംഗപരിമിതർക്ക് പോലും ഒരു കരിങ്കൊടി കാട്ടാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗുണ്ടാസംഘം മുഖ്യമന്ത്രിക്കൊപ്പം നടക്കുന്നു. പോലീസുകാർ ഗുണ്ടകളായി സ്വയം മാറുന്നു. എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കഴിയുമെന്ന് കരുതിയാണോ? അതോ പിണറായി മാറി മറ്റൊരാൾ വന്നാലും അവിടെ പോയി സോപ്പിടാൻ അവർക്ക് ആളുകൾ ഉള്ളത് കൊണ്ടാണോ? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ജനാധിപത്യത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? ഈ അടികൊള്ളുന്നതിനിടയിലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ അഭിനന്ദിച്ചേ പറ്റൂ. ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണ്. എനിക്ക് മനസ്സിലാവാത്തത് BJP-ക്കാർ എന്തുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങുന്നില്ല എന്നതാണ്. BJP-ക്കാർക്ക് നല്ല ഊർജ്ജമുണ്ട്. യുവമോർച്ചയ്ക്കും മഹിളാ മോർച്ചയ്ക്കും, പ്രത്യേകിച്ച് മഹിളാ മോർച്ചയ്ക്ക്. കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ സമരം നടത്താൻ കഴിയുന്ന ഒരു മഹിളാ മോർച്ചക്കാരാണ്. അവരിപ്പോൾ കണ്ടോ, ഗവർണറുടെ വിഷയം എന്നപ്പോൾ രംഗത്തിറങ്ങി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞെട്ടിച്ചു കളഞ്ഞു. ആ അടിപൊളിയായിരുന്നു ആ സമരം. മഹിളാ മോർച്ചയുടെ കുറെ പ്രവർത്തകർ DGP-യുടെ വീട്ടിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല, പോലീസുകാരെയൊന്നും കാണാനില്ല. ഗേറ്റ് തള്ളി തുറന്ന് അവർ മുദ്രാവാക്യം വിളിച്ച് DGP-യുടെ വീട്ടിൽ കയറിയിരുന്നു. ആലോചിക്കും, DGP-യുടെ വീട്ടിൽ പോയി കയറിയിരുന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് DGP വീട്ടിലുണ്ടെന്ന് ഓർക്കണം. DGP വീട്ടിലുള്ളപ്പോൾ കുടുംബസമേതം ഇരിക്കുമ്പോൾ DGP-യുടെ വീട്ടിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ രീതിയാണല്ലോ. പക്ഷെ അതൊരു വലിയ വിജയകരമായ സമരമാണ് മഹിളാ മോർച്ചയുടെ. മഹിളാ മോർച്ചയും യുവമോർച്ചയും ഒക്കെ എന്തുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നത് മാത്രമാണ് ദുരൂഹത. ഇത്തരം പ്രതികരണങ്ങൾ നടത്താൻ കഴിവുള്ള വനിതാ നേതാക്കൾ ഇവിടെയുണ്ട്. ഈ നാടിന്റെ അവസ്ഥ ഭയാനകമാണ്. ഒരു രാജാവ് തൻ്റെ മന്ത്രിമാരെയും കൂട്ടി ഇങ്ങനെ നടക്കുകയാണ് നാട് മുടിപ്പിക്കാൻ. കുത്തിപ്പിഴിയുകയാണ് ആളുകളെ. ആരും മനസ്സോടെയല്ല ഇതിന്റെ സംഭാവന കൊടുക്കുന്നത്. ആരും മനസ്സോടെയല്ല ഈ പരിപാടിക്ക് എത്തുന്നത്. ഇതേ ഗവൺമെൻ തന്നെയാണ് ഇടുക്കിയിൽ വെച്ചൊരു മാധ്യമപ്രവർത്തകനെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് മാറ്റി നിർത്തി. അയാൾ എന്താ ചെയ്തത്? അയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി. ഒരു മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തുക അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ സ്വാഭാവികമാണ്. മുഖ്യമന്ത്രി ഇതിനൊക്കെ ന്യായീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അക്രമം കൂടുന്നത്. ഇന്നേ വരെ ഒരക്രമത്തെയും മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കിയേ. ഇന്ന് ഗവൺമെന്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കേട്ടത് നടിച്ചില്ല. കണ്ടായിരുന്നു ആ സീൻ. എന്തൊരു ഗതികെട്ട നാടാണ്. ഇങ്ങനെ ഒരു ഭരണാധികാരിയെ ചുമക്കേണ്ടി വന്ന ഈ നാടിന്റെ അവസ്ഥ എത്ര ദയനീയമാണ്. ഇത് എത്ര കാലം ഇങ്ങനെ ചുമക്കേണ്ടി വരും?